Hi guys, welcome back to the channel Smart Study with Tasween. Please do like, subscribe and share my channel. In this video, we are discussing Sri Narayana Guru Open University second semester paper Reading and Writing of English. So we have discussed already 3 blocks. Now it's block 4, practice, practice and practice. All these chapters of this fourth block is to practice yourself. So we'll be just discussing the topics, that's all. Okay, so unit 2 of this block 4 is analyzing literature. We have already discussed unit 1. Now we are going to discuss unit 2, that is analyzing literature. എങ്ങനെ നമ്മൾ ലിറ്ററേച്ചർ പീസ് അനലൈസ് ചെയ്യും, ലൈക്ക് പോയം ആവട്ടെ, അത് എന്താവട്ടെ, ഷോർട്ട് സ്റ്റോറി ആവട്ടെ, ഓക്കെ. കൂടുതൽ നമ്മൾ പോയത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ദാറ്റ്സ് ഗിവൺ ദാറ്റ് ഇസ് പോയട്രി ക്യാൻ ബി പോപ്പുലർ ഡിവൈഡഡ് ഇൻ ടു 3 മൂന്നായിട്ട് വെച്ചിട്ടുണ്ട്: നറേറ്റീവ് പോയട്രി, ഡ്രമാറ്റിക് പോയട്രി ആൻഡ് ലിറിക് പോയട്രി. സോ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് നറേറ്റീവ് പോയട്രി ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നറേറ്റീവ് പോയട്രി ഇസ് എ ഫോം ഓഫ് പോയട്രി ദാറ്റ് ടെൽസ് എ സ്റ്റോറി. ഒരു സ്റ്റോറി മാതിരി പറഞ്ഞു പോകുന്നതാണ് നറേറ്റീവ് പോയട്രി പറയുക. ഇറ്റ് യൂസ് ബോത്ത് ദ വോയിസ് ഓഫ് എ നറേറ്റർ ആൻഡ് ഓൾസോ ഓഫ് ക്യാരക്ടേഴ്സ്. നറേറ്ററിൻ്റെ വോയിസും ഉണ്ടാവും, അതേമാതിരി അടുത്തുള്ള മീൻസ് വേറുള്ള ആ പോയത്തിലുള്ള വേറെ ക്യാരക്ടേഴ്സിൻ്റെ വോയിസും ഉണ്ടാവും. ദർ ആർ 2 മേജർ ടൈപ്സ് ഓഫ് നറേറ്റീവ് പോയട്രി. 2 മേജർ ടൈപ്പ് ഉണ്ട്. ഒന്ന് എപ്പിക്കും ഒന്ന് ബാലഡും ആണ്. എപ്പിക് മീൻസ് ആർ ലോങ് നറേറ്റീവ് പോയിംസ്, വലിയ നറേറ്റീവ് പോയിംസ് ആയി കണ്ടാലേ നമുക്ക് പേടിയുണ്ടാവും അല്ലേ. എക്സാമ്പിൾസ് ഓഫ് എപ്പിക്സ് ആർ ഹോമേഴ്സ് ഇലിയാഡ് ആൻഡ് ഒഡീസി. Okay, Mahabharata and Ramayana are the oldest epics of the world. ഏറ്റവും പഴയ എപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതയും രാമായണമാണ്. ഓക്കെ, നെക്സ്റ്റ് ബാലഡ്. എന്താണ് ബാലഡ്? ബാലഡ് ഇസ് എ ടൈപ്പ് ഓഫ് നറേറ്റീവ് പോയം ദാറ്റ് ടെൽസ് എ സ്റ്റോറി ആൻഡ് ഇസ് ട്രഡീഷണലി സെറ്റ് ടു മ്യൂസിക്. ഒരു സ്റ്റോറി ആയിരിക്കും പറയണ്ടാവുക, അത് ട്രഡീഷണലി പണ്ടത്തെ ഒരു മ്യൂസിക്കിലായിരിക്കും പറയണ്ടാവുക. ഈ പോപ്പുലർ നറേറ്റീവ് ബാലഡ് വാസ് യൂഷ്വലി പാസ്ഡ് ഡൗൺ ഓറലി. ജസ്റ്റ് ഇങ്ങനെ ഓറലി പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ട്രഡീഷണൽ ബാലഡ്സ് ആർ ടിപ്പിക്കലി ഓഫ് അൺനോൺ ഓതർഷിപ്പ്. അതിൽ പ്രത്യേകിച്ച് ഇയാളാണ് എഴുതിയത് അയാളാണ് എഴുതിയതെന്ന് പറഞ്ഞൊരു ഓതർ ഉണ്ടാവില്ല. എക്സാമ്പിൾസ് ഓഫ് സച്ച് ബാലഡ്സ് ആർ ബാലഡ് ഓഫ് സർ പാട്രിക് സ്പെൻസ്, എ വർക്ക് ഓഫ് അൺനോൺ ഓതർഷിപ്പ്. Okay, നെക്സ്റ്റ് കംസ് ഡ്രമാറ്റിക് പോയട്രി. എന്താണ് ഡ്രമാറ്റിക് പോയട്രി? ഓഫ് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ഡ്രാമ റിട്ടേൺ ഇൻ വേഴ്സ്. ഡ്രാമ വേഴ്സ് ലൈക്ക് എഴുതുന്ന. സെക്കൻഡ് ഇസ് ഡ്രമാറ്റിക് മോണോലോഗ് ആൻഡ് തേർഡ് ഇസ് സോളിലോക്കി. ഇതൊക്കെ നിങ്ങൾ ചെറുപ്പ ക്ലാസ്സിലും അതേമാതിരി ഡിഗ്രീസിലും PGസിലൊക്കെ പഠിക്കുന്ന പോർഷൻസ്. സോറി, ഡിഗ്രീസാ നൗ യു ആർ ഇൻ ഡിഗ്രി, സോറി. അത് നമ്മൾ അപ്പോൾ +1 ആകട്ടെ +2 ആകട്ടെ ഇതിലൊക്കെ നമ്മൾ ഇത് പഠിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഫസ്റ്റ് ലൈക്ക് കൊടുത്തിരിക്കുന്നത്. ദറ്റ് ഇസ് റോബർട്ട് ബ്രൗണിങ്. എക്സാമ്പിൾ ഇസ് റോബർട്ട് ബ്രൗണിങ്സ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഓക്കെ, അതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ്. ഇൻ ദ പോയം ഡ്യൂക്ക് ഇസ് എ സ്പീക്കർ, ഡ്യൂക്ക് സ്പീക്കറാണ് ആൻഡ് ദർ ഇസ് എ ലിസണറും കൂടിയുണ്ട്. ആസ് എ പോയം ഓപ്പൺസ് ദ ഡ്യൂക്ക് സേസ് ദാറ്റ് ഇസ് മൈ ലാസ്റ്റ് ഡച്ചസ് പെയിൻറ്റഡ് ഓൺ ദ വാൾ ലുക്കിംഗ് ആസ് ഇഫ് ഷി വർ അലൈവ്. അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് ആ ഒരു പിക്ചർ വാളിൽ കാണിച്ചുകൊണ്ട് പറയണം. എങ്ങനെയാണ് പറയുന്നത്? അയാൾ ജീവനോടിപ്പോൾ നിലനിൽക്കുന്ന മാതിരിയാണ് പറയുന്നത്. ദ റീഡർ അണ്ടർസ്റ്റാൻഡ് ദ ഡ്യൂക്ക് ഇസ് എ നറേറ്റർ ആൻഡ് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദ ബ്ലൈൻഡ് ദാറ്റ് ദർ ഇസ് എ ലിസണർ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ ഡ്യൂക്കാണ് നറേറ്റർ, പറയുന്ന ആൾ ഡ്യൂക്കും പിന്നെ അവിടെ ലിസണേഴ്സും ഉണ്ടാവും. ബിക്കോസ് എന്നാലേ അയാൾ കാണിച്ച് പറയാൻ പറ്റില്ല ഇതാണ് എൻ്റെ ലാസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ഡ്രമാറ്റിക് മോണോലോഗ് പറയുന്നത്. നെക്സ്റ്റ് കം സോളിലോക്കി. സോളിലോക്കി എല്ലാവർക്കും ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോളിലോക്കി ക്യാരക്ടർ സ്പീക്ക് ഹിസ് തോട്ട്സ് ടു ഹിംസെൽഫ്. നമ്മുടെ തോട്ട്സ് നമ്മൾ എന്നെ പറയുന്നത് തന്നെയാണ് സോളിലോക്കി പറയുക. ആൻഡ് ഇസ് നോട്ട് ഡയറക്ട്ലി അഡ്രസ്സിങ് എനിവൺ. വേറെ ആരും അഡ്രസ്സ് ചെയ്തിട്ടല്ല നമ്മുടെ കാര്യം നമ്മൾ തന്നെ പറയുന്നത് തന്നെയാണ് സോളിലോക്കി എന്ന് പറയാം. നെക്സ്റ്റ് കംസ് ലിറിക് പോയട്രി. Lyric poems are short poems sung to the accompaniment of a lyre. Lyric poems are ചെറിയ poems ആയിരിക്കും. Okay, and the word lyric come from the Greek word lyre and its meaning stringed musical instrument എന്നാണ്. Many type of lyric poems ഇതിന് എക്സാമ്പിൾ ആണ് ഓഡ്, എലിജി, സോണറ്റ്. സോണറ്റ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓഡ് ഇസ് എൻ അഡ്രസ്. ഇറ്റ് ഇസ് എ ഫോം. ഓഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാം. ഓർഡർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അഡ്രസ് ആണ്. ഫോർമൽ സെറിമോണിയസ് ലിറിക് പോയം ആണ്. ദാറ്റ് അഡ്രസ് ആൻഡ് ഓഫൻ സെലിബ്രേറ്റ്സ് ഒരു പ്ലേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു തിങ്കിനെ കുറിച്ചോ ഒരു ഐഡിയനെ കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഓഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഡ് ടു എ നൈറ്റിംഗിൾ ബൈ ജോൺ കീറ്റ്സ്. ഓക്കെ, ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ് ബൈ പിയേഴ്സി ബൈ ഷെല്ലി. നെക്സ്റ്റ് എലിജി. എലിജി പറഞ്ഞു കഴിഞ്ഞാൽ പോയം ഓഫ് മോർണിംഗ് ആണ്. ഇറ്റ് ഈസ് എ പോയം റിട്ടൺ ഇൻ മോർണിംഗ് ആസ് എ പാസിംഗ് അവേ ഓഫ് സമൺ. ആരെങ്കിലും മരിച്ചു പോയാൽ നമ്മൾ എഴുതുന്ന ഒരു പോയമാണ് എലിജി എന്ന് പറയാം. അതിന് പെൻസീവ് ആൻഡ് മെലങ്കോളിക് മൂഡായിരിക്കും. ആൻഡ് ടോൺ ക്യാൻ ഓൾസോ ബി കോൾഡ് എലിജി. എക്സാമ്പിൾ എന്ന് പറയുന്നത് എലിജിൻ്റെ ലൈസിഡസ് ബൈ ജോൺ മിൽട്ടൺ. ഓക്കെ, പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഡെത്ത് ഓഫ് എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിന് ശേഷം എഴുതിയതായിരുന്നു. ഓക്കെ,
ദെൻ സോണറ്റ്. സോണറ്റ് ഇസ് എ ലിറിക് പോയം ഓഫ് 14 ലൈനേ ഉണ്ടാവുള്ളൂ. സോണറ്റ് എന്ന് പറയുന്നത് പെട്രിയാക്കൻ സോണറ്റ്, ഷേക്സ്പിയറൻ സോണറ്റ് ആൻഡ് സ്പെൻസേറിയൻ സോണറ്റ്. അങ്ങനെ 3 ടൈപ്സ് ആണ് ഉള്ളത് സോണറ്റ്സിൽ. ഓക്കെ, നെക്സ്റ്റ് കംസ് റൈം സ്കീം. എല്ലാവർക്കും അറിയുന്ന നമ്മൾ ചെറുപ്പം മുതലേ റൈം സ്കീം എഴുതുന്നതാണ്. ABCDCDEFEFGG മീൻസ് സെയിം ലൈൻസിൻ്റെ ഒരു ഡൊണേഷൻ മീൻസ് സെയിം ഡിനോട്ടേഷൻ ചെയ്യുന്നതാണ് ഒരേ ലെറ്റേഴ്സായിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. കണ്ടോ അവിടെ എക്സാമ്പിൾ ഡേൻ്റെ അവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ മേ വരുമ്പോഴും അതേ സൗണ്ട് ഡേ മേ. അപ്പോൾ മേൻ്റെ അവിടെ എ കൊടുക്കുക. ദെൻ കംസ് ടെമ്പറേറ്റ്, ഡേറ്റ്, അത് ഒരേ സൗണ്ട്, അതുകൊണ്ട് ബി കൊടുക്കുക. ദെൻ ഷൈൻസ്, ഡിക്ലൈൻസ്, അവിടെ സി കൊടുക്കുക. ഡിംഡ്, അൺട്രിംഡ്, അവിടെ ഡി കൊടുക്കുക. ഫെയ്ഡ്, ഷെയ്ഡ്, അതുകൊണ്ട് ഇ കൊടുക്കുക. ഔസ്റ്റ്, ഗ്രൗസ്റ്റ്, ദാറ്റ് ഈസ് എഫ് കൊടുക്കുക. CDG സെയിം സൗണ്ട്സ് വരുന്ന അവിടെ ഒരേ ലെറ്റേഴ്സ് കൊടുക്കുക. അതാണ് റൈം സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കംസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൽ കുറേ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഫസ്റ്റ് വൺ സിമിലി. സിമിലി കമ്പയർസ് ലൈക്ക്നെസ് ആൻഡ് ഓഫൻ യൂസ് ദ വേർഡ് ലൈക്ക് ഓർ ആസ്. ലൈക്ക് പറയുന്നത് തന്നെയാണ് സിമിലീസ് എന്ന് പറയുക. നമ്മൾ ലൈക്കോ ആസോ വേർഡ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, ഓ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. ഓക്കെ, എൻ്റെ ലവ് എന്നേനെ റെഡ് റോസ് മാതിരിയാണെന്ന് പറയില്ലേ, അത് മാതിരി. Next comes metaphor. Metaphor describes something as another which can be compared with earlier in its feature. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ നോക്കുമ്പോൾ നമ്മൾ മറ്റൊന്ന് എന്തിനെങ്കിലും ഒന്ന് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ പറയുക. എക്സാമ്പിൾ, മെറ്റഫർ ഇസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സംതിങ് ഈസ് സംതിങ് എൽസ്. ആൻഡ് എക്സാമ്പിൾ, ബ്യൂട്ടി ഈസ് ട്രൂത്ത് എന്ന് പറയുന്നത് ബ്യൂട്ടി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സിനക്ഡോവ്. എ പാർട്ട് ഓഫ് സംതിങ് ഇസ് ടേക്കൺ ആസ് എ ഹോൾ. മൊത്തത്തിൽ എടുക്കുന്നതിനെയാണ് സിനക്ഡോവ് പറയുക. എക്സാമ്പിൾ, 100 സെയിൽസ് ഫോർ ഡിസ്ക്രൈബിങ് 100 ഷിപ്സ്. 100 ഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 100 സെയിൽസ്. ഇനി ഓക്സിമോറൺ. ഓക്സിമോറൺ ഫീച്ചേഴ്സ് 2 words which appear to contradict each other. രണ്ടും കോൺട്രഡിക്ഷൻ ചെയ്യുന്ന മീൻസ് ഓപ്പോസിറ്റ് എന്ന് കാണിക്കുന്നത്. ബട്ട് മേക്ക് സെൻസ് ഓഫ് ദി സിറ്റുവേഷൻ ഓവറോൾ. പക്ഷേ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് പറയണം. എക്സാമ്പിൾ, പ്ലീസിങ് പെയിൻസ്, അല്ലെങ്കിൽ ഐ ബേൺ ആൻഡ് ഫ്രീസ്. ഓക്കെ, ദെൻ hyperbole. Hyperbole is an extravagant exaggeration. Example, my granddad is as old as time. നമ്മുടെ ഡാഡ ആ ഒരു പണ്ടത്തെ മാതിരി തന്നെയാണ്. എക്സ്ട്രാവാഗൻ്റ്, ആ ഒരു എക്സാഗ്രേഷൻ പറയുന്ന മാതിരി. നമ്മളിപ്പോൾ ഇമ്പറേറ്റീവ് ഒക്കെ പറയുന്നില്ലേ, അത് മാതിരി. നെക്സ്റ്റ് കംസ് ഇഡിയം. Idiom is a phrase which has resemblance to the situation it describes, but it implies a facts or story behind it. Idiom പറഞ്ഞു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ പറയുന്നത് ഒരു സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഫാക്റ്റ് ആയിട്ടോ പറയാം. There is a silver lining in every cloud. Then personification. In personification, an inanimate object or an abstract concept is spoken of as though it were endowed with life or human attributes. ഇപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് പറയുന്നത് തന്നെയാണ് പേഴ്സോണിഫിക്കേഷൻ പറയുന്നത്. എക്സാമ്പിൾ, മിൽട്ടൺ റൈറ്റ്സ് ഓഫ് ദ സ്കൈ ഇസ് പാരഡൈസ് ലോസ്റ്റ്. In Paradise Lost, that is, sky lowered and muttering thunder, some sad drops wept at completing of the mortal sin. Example ആയിട്ട് പറയുന്ന. നെക്സ്റ്റ് കം സിംബോളിസിസം. സിംബോളിസം ഒബ്ജക്റ്റ് ഇസ് യൂസ് ഓഫ് സിമ്പിൾ ഓഫ് സംതിങ്. എന്തിനെങ്കിലും സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ജീസസ് ക്രൈസ്റ്റിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അതേമാതിരി റെഡ് റോസ് നമ്മൾ ലവിനെ സിംബലൈസ് ചെയ്തിട്ട് പറയുന്നു. അതൊക്കെ സിംബോളിസത്തിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് കംസ് അലിട്രേഷൻ. Alliteration is a repeat of the same sound at the start of a series of words in succession. സെയിം വേർഡ്സിൽ ആ സൗണ്ട് വെച്ചിട്ട് തന്നെ തുടങ്ങുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് അലിട്രേഷൻ എന്ന് പറയുന്നത്. കണ്ടോ അവിടെ സാമുവൽ ടൈലർ കോൾറിഡ്ജിൻ്റെ ഏൻഷ്യൻ മാരിനറിൻ്റെ ലൈൻ തന്നിട്ടുണ്ട്. ദ ഫെയർ ബ്രീസ് ബ്ലൂ, ദ വൈറ്റ് ഫോം ഫ്ലൂ ആൻഡ് ദ ഫുറോ ഫ്ലോഡ് ഫ്രീ. വി വർ ദ ഫസ്റ്റ് എവർ ബേഴ്സ്റ്റ് ഇൻ ദ സൈലന്റ് സീ. നെക്സ്റ്റ് assonance. An assonance is a literary device in which repetition of similar vowel sounds take place in 2 or more words in proximity to each other. ഇപ്പോൾ രണ്ടോ അതിന് കൂടുതലോ വേർഡ്സ് സിമിലർ വവൽ സൗണ്ട്സ് വരുന്നതിനെ നമ്മൾ പറയാം. റൈസ് ഹൈ ഇൻ ദ ബ്രൈറ്റ് സ്കൈ. കണ്ടോ. നെക്സ്റ്റ് ഐ എന്ന് പറയുന്നത് കണ്ടോ, അവിടെ റിപ്പീറ്റഡ് വവൽ സൗണ്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. റൈസ് ഹൈ. Then comes onomatopoeia. Onomatopoeia is the formation of a word from a sound associated with what is named. ആ ഒരു വേർഡിനെ സൗണ്ട് ആയിട്ട് ചെയ്യുന്നത്. ലൈക്ക് കുക്കു, സിസിൽ. Next comes pun. Pun is a play of words. The pun exploits the different possible meanings of a word. ഒരു വേർഡിൻ്റെ തന്നെ കുറേ മീനിങ്സ്. Horse is a very stable animal. Next comes irony. Irony is a situation which something intended to have a particular result has the opposite result. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു റിസൾട്ട് വന്നിട്ട് ആ ഒരു ഓപ്പോസിറ്റ് റിസൾട്ടിനെ ഒരു ഇൻറ്റൻഡഡ് ആയിരിക്കും, മീൻസ് അതിനെ ബന്ധിപ്പിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് കംസ്
അതിൽ തന്നെ ഇൻ കേസ് ഓഫ് പ്രോസ് വൺ കൻ അനലൈസ് എ ക്യാരക്ടർ പ്ലോട്ട് സെറ്റിംഗ് തീം ആൻഡ് സ്റ്റൈൽ. അപ്പോൾ നമുക്കറിയാം സ്റ്റോറി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടർ നോക്കും, പ്ലോട്ട് നോക്കും, സെറ്റിംഗ് നോക്കും, തീം ആൻഡ് സ്റ്റൈലൊക്കെ നോക്കും അല്ലേ. ഹൂ ഇസ് ദ ടെക്സ്റ്റ്, പിന്നെ ക്യാരക്ടർ നോക്കുമ്പോൾ ഹൂ ഇസ് ദ ടെക്സ്റ്റ് ആൻഡ് പ്ലോട്ടേഴ്സ്, വാട്ട് സെറ്റിംഗ് ഇസ് വേർ ആൻഡ് വെൻ തീം, ദ ക്യാരക്ടർ ഇസ് ആരാണ് ക്യാരക്ടർ, ദെൻ പ്ലോട്ട് എന്ന് പറഞ്ഞ വാട്ട് നോക്കും, സെറ്റിംഗ് എന്ന് പറയുന്ന വേർ എവിടെ നോക്കും, വെൻ, ദെൻ തീം ഇസ് വൈ, ആൻഡ് സ്റ്റൈൽ ഇസ് ദ ഹൗ ഓഫ് എ സ്റ്റോറി. നെക്സ്റ്റ് കംസ് പോയിന്റ് ഓഫ് വ്യൂ ഇസ് എ വേ എ സ്റ്റോറി ഇസ് ടോൾഡ്. എങ്ങനെയാണ് ആ സ്റ്റോറി പറയുന്നത്, അതാണ് പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കൂടുതൽ നറേറ്റീവ്സ് പറയുക, ഹീ, ഷീ, ദേ, അത് യൂസ് ചെയ്തിട്ട്. ദ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നറേറ്റേഴ്സ് ഡോട്ടഡ് ബൈ ഐ വെച്ചിട്ടായിരിക്കും, സെക്കൻഡ് പേഴ്സൺ ആണെങ്കിൽ യു വെച്ചിട്ടായിരിക്കും. ഇൻ പോയട്രി, പ്രോസ് ആൻഡ് ഡ്രാമ വൺ ക്യാൻ ഓൾസോ അനലൈസ് ദ നറേറ്റീവ്സ്, കോമഡിയും ട്രാജഡി ആണോ സെറ്റയർ ആണോ അതും കൂടി പറയാം. ഓക്കെ, നെക്സ്റ്റ് കംസ് എക്സസൈസസ് ഓഫ് ഇറ്റ്. ഇപ്പം നമ്മൾ എല്ലാ തീംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതേമാതിരി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പറഞ്ഞു, എല്ലാ കാര്യം പറഞ്ഞു. ഇനി ആ എക്സസൈസിൽ തന്നിരിക്കുന്ന ആ പോയട്രി നോക്കിയിട്ട് നിങ്ങൾക്ക് റൈം സ്കീം ആണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് നമ്മൾ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉണ്ടാക്കുക. അതിൽ നമ്മൾ എന്തൊരു പോയറ്റിക് ഡിവൈസ് ആണോ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതേമാതിരി അടുത്ത ക്രിട്ടിക്കൽ അനലൈസ് ഓഫ് ദ ഫോളോയിങ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ ക്രിട്ടിക്കൽ അനലൈസ് ചെയ്ത് എഴുതണം. അതേമാതിരി third one, critical analysis of the following excerpt from the novel White Tiger by Aravind Adiga. Okay, അത് വെച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ. നമുക്കറിയാം ഓൾറെഡി വി ഹാവ് ലേൺഡ് +1 +2 ആവട്ടെ 10th ആവട്ടെ 9th ആവട്ടെ എല്ലാത്തിലും ഒരു പോയിന്റ് തന്നിട്ട് അതിൻ്റെ സമ്മറി എഴുതാനും അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഴുതാനാണ് ബാലൻസ് ഉള്ള എക്സസൈസസ് ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ദ ചാപ്റ്റർ. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ചാപ്റ്റർ. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എക്സസൈസ് ചെയ്ത് നോക്കാതെ കിട്ടില്ല. സോ യു റീഡ് ഇറ്റ് ആൻഡ് റീഡ് ചെയ്തിട്ട് പിന്നെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു എവരി വൺ for watching the video. We'll be discussing another unit in another video.